നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ സമയം എടുക്കുന്നുണ്ട്. ഒരുപാട് നേരം കറങ്ങി അവസാനം ഡൗൺലോഡ് ആകും. ചിലപ്പോൾ നമുക്ക് ആപ്പുകൾ ഡൗൺലോഡ് ആക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. പ്ലേ സ്റ്റോറിനകത്ത് ആപ്പുകൾ വളരെ വേഗത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ ചെറിയൊരു ട്രിക്കുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത് ആ ഒരു സെറ്റിങ്സൊക്കെ നിങ്ങൾ എനേബിൾ ചെയ്ത് ശരിയാക്കി വെക്കുക. വളരെ വേഗത്തിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഡൗൺലോഡ് ആകുന്നത് കാണാൻ സാധിക്കും. ആ സെറ്റിങ്സ് ഏതാണ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനതിന് വേണ്ടി ഇവിടെ എൻ്റെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുകയാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വന്നാൽ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും. ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ ജനറൽ എന്നുള്ളൊരു സെറ്റിങ്സ് കാണും. ഏറ്റവും മുകളിൽ ഈ ജനറൽ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ തൊട്ട് താഴെയായിട്ട് പുതിയൊരു സെറ്റിങ്സ് കൂടെ കാണാൻ സാധിക്കും. അക്കൗണ്ട് ആൻഡ് ഡിവൈസ് എന്നുള്ള ഈ സെറ്റിങ്സ് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ. ഈ ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ ക്ലിയർ ഹിസ്റ്ററി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ആവശ്യമില്ലാതെ നമ്മുടെ ഫോണിൽ നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് കിടക്കുന്ന എല്ലാ ഹിസ്റ്ററികളും ക്ലീൻ ആകും. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ആപ്പുകളൊന്നും പോകില്ല, ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാകില്ല. പക്ഷേ നമ്മുടെ ഒരുപാട് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകൾ കിടക്കുന്നുണ്ടാകും. അതൊക്കെ നമ്മൾ സെർച്ച് ഹിസ്റ്ററി ക്ലിയർ ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോർ ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ചില മൊബൈൽ ഫോൺ ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോണിൽ ഒരു ഐ ബട്ടണാണിത്. ഈ ഐ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. ആപ്സ് എന്നുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ അല്ലെങ്കിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നോ ഒക്കെ കാണും സെറ്റിങ്സ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ആപ്പുകളും കാണും. അതിൽ നമ്മൾ പ്ലേ സ്റ്റോർ എന്നുള്ള ഈ ഒരു ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് വന്നാൽ ഇവിടെ കാണാം സ്റ്റോറേജ് എന്നുള്ളൊരു ഭാഗം. ഈ സ്റ്റോറേജ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണാൻ നമുക്ക് ക്ലിയർ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ ഇമെയിൽ ID നഷ്ടപ്പെടില്ല, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആപ്പുകളൊന്നും സംഭവിക്കില്ല. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു വെക്കുക. അതിനുശേഷം നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ ഇവിടെ കാണാൻ സാധിക്കും. ഏതൊരു ഇമെയിൽ ID ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതൊരു ആപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് സെലക്ട് ചെയ്ത് ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്തതാണ്. നേരത്തെ ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റ് ഡൗൺലോഡ് ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഈ ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.